എന്തായാലും ഹെയറൊക്കെ സെറ്റാക്കി കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടിയിട്ടേക്ക്. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ അർബൻ യോഗിൻ്റെ 3-in-1 ഹോട്ട് എയർ ബ്രഷാണ്. ഇതിൽ തന്നെ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റും, സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും, കേൾ ചെയ്യാൻ പറ്റും. ഹെയർ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഒത്തിരി റിവ്യൂസൊക്കെ കണ്ടു. അപ്പോൾ എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. മാത്രമല്ല എനിക്കിതിൻ്റെ ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്നൊരു വെളിയിൽ വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. എൻ്റെ സ്ട്രെയിറ്റ്നർ ഉണ്ട്, അപ്പോൾ എനിക്കത് അത്ര ഒരു കംഫർട്ടബിൾ അല്ല. പിന്നെ മാത്രമല്ല പിന്നെ മടിയുമാണ്. പിന്നെ ഇതാകുമ്പം നമുക്കൊരു കോമ്പ് പോലെയല്ലേ ഇരിക്കുന്നത്, അപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് ഇത് വാങ്ങിയത്. ഇതൊരു ഹെയർ മിസ്റ്റ് ആണ്, ഹെയർ പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ്. അപ്പോൾ ഇതും ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിയതാണ്. ഇതിനും അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് രണ്ടും യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, നമ്മുടെ ഹെയർ മിസ്റ്റ് ഞാൻ ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒരുപാടൊന്നും വേണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഹെയർ ഇതിൻ്റെ മേത്ത് വീഴും. എൻ്റെ പൊന്നോ, അടിപൊളി മണം കേട്ടോ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാം. അപ്പോൾ അതെ, നമ്മുടെ ഹോട്ട് എയർ ബ്രഷ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകും. ഞാൻ ഇതുവരെ ഇത് തുറന്നു പോലും നോക്കിയില്ല. അപ്പോൾ ഇപ്പോൾ ഇത് വല്ല ഫ്ലോപ്പ് ആയെങ്കിൽ ഇതെല്ലാം മൊത്തത്തിൽ കുളമാകും. അപ്പോൾ എനിവേ നമുക്കിത് തുറന്നു നോക്കാം. ഇത് വരാത്തെ. അപ്പോൾ ഈ ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ഇയർ വാറൻറ്റി കാർഡ് വരുന്നുണ്ട്. 1 ഇയർ വാറൻറ്റി ഉണ്ട് അപ്പോൾ ഇതിന്. പിന്നെ അതേപോലെ തന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലോ ഡ്രൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൂള്. അപ്പോൾ ഇതിവിടെ ഒരു സ്വിച്ച് കാണുന്നുണ്ടോ? അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്കിത് ഊരാനും ലോക്ക് ചെയ്യാനും പറ്റും. ഇവിടെ ഇത് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ലോക്ക് ആൻഡ് അൺലോക്ക് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഊരി കിട്ടും. അതേപോലെ തന്നെ ഇതിട്ടിട്ട് ഇങ്ങോട്ടാക്കിയാൽ മതി, ഇത് ലോക്കാവും. പിന്നെ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഊരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോളുണ്ട്. ഇവിടെ അപ്പോൾ ഇവിടെ തന്നെ ഓഫ്, വാം, ലോ, മീഡിയം ആൻഡ് ഹൈ എന്ന് പറഞ്ഞിട്ട് ഹെയർ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഇതിലോട്ട് പ്ലേസ് ചെയ്യാം. കൊള്ളാല്ലേ, നല്ല വൃത്തിയായിട്ടില്ലേ? ഞാൻ ആ ഒരു മിസ്റ്റ് അപ്ലൈ ചെയ്തില്ലേ, ഹെയർ ഇസ് ലൈക്ക് സൂപ്പർ സോഫ്റ്റ്, ഒന്നും പറയാനില്ല. ഇത് പിടിക്കുമ്പോൾ എനിക്കറിയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചെടുക്കാം. ആ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് അത്ര അറിഞ്ഞുകൂടാ. എനിവേ, പക്ഷേ യു ക്യാൻ സീ ദ ഡിഫറൻസ്, റൈറ്റ്? ഇതിൽ കാര്യമായ സ്റ്റൈലിംഗ് ഒന്നും ചെയ്തില്ല, ബട്ട് സ്റ്റിൽ സീ, ഐ ലവ്ഡ് ഇറ്റ്. ഇറ്റ്സ് സോ ഈസി ടു യൂസ് ആൻഡ് വെരി കൺവീനിയൻറ്റ്. പെട്ടെന്ന് നമുക്ക് റെഡി ആവാൻ പറ്റും. എനിക്കിഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ചില നേരത്ത് ഒന്ന് കുളിച്ചിട്ട് ഒന്ന് ഹെയറൊക്കെ കഴുകി ഫ്രഷായിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് ഡ്രൈ ചെയ്യണം, അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ചെയ്യണം, വയ്യ. അപ്പോൾ ഇത് അടിപൊളിയാണ്. ജസ്റ്റ് എല്ലാം പെട്ടെന്ന് പരിപാടി നടക്കുന്നുണ്ട്. എന്തായാലും ഹെയറൊക്കെ സെറ്റാക്കി കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടിയിട്ടേക്ക്. അപ്പോൾ ഇതും ടോപ്പിൻ്റെ സെയിം കളറാണ്. അപ്പോൾ ഞാൻ ഓർത്തു ജസ്റ്റ് ഇട്ടേക്കാം. ഹൗ ഡു ഐ ലുക്ക്? ടടാ! അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേരേ. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. പക്ഷെ ഇപ്പോൾ എങ്ങോട്ടും പോകാനില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. ഡ്രസ്സ് ഇട്ട സ്ഥിതിക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് വരായിരുന്നു.